തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 40 കിലോമീറ്റർ കിഴക്കുമാറി അമ്പൂരി എന്ന മലയോര കാർഷിക ഗ്രാമം. അഗസ്ത്യമലയിൽ നിന്നും ഉറവ പൊട്ടി ഒഴുകിയെത്തുന്ന നെയ്യാർ അമ്പൂരിയിലെത്തുമ്പോൾ കരിപ്പയാറാകുന്നു. കരിപ്പയാറിലെ കുമ്പിച്ചൽ കടവിൽ നിന്ന് നോക്കിയാൽ ചുറ്റും കാർഷിക സമൃദ്ധിയുടെ പച്ചപ്പ്. അതിനൊപ്പം വനസൗന്ദര്യത്തിന്റെ പുഴയോര കാഴ്ചകളുമുണ്ട്. കരിപ്പയാറിന്റെ അരികിൽ തൊടുമലയിൽ നിറയെ ഇപ്പോൾ റബ്ബർ തോട്ടങ്ങളുണ്ട്. റബ്ബർ കൃഷിയിലൂടെ ഇവിടെ ആദിവാസി മേഖലയിൽ പുതിയൊരു കാർഷിക സമൃദ്ധി അടയാളപ്പെടുത്തിയിരിക്കുകയാണ് റബ്ബർ ബോർഡ്. ആദിവാസി ഗോത്ര സമൂഹമായ കാണിക്കാരുടെ പ്രധാന ആവാസ കേന്ദ്രമാണ് തൊടുമല. അതുകൊണ്ട് തന്നെയാണ് ജൻജാതീയ ഗൗരവ് ദിവസാചരണത്തിന്റെ ഭാഗമായി റബ്ബർ ബോർഡും കാനറ ബാങ്കും സംയുക്തമായി റബ്ബർ കർഷകർക്ക് വേണ്ടി ഏകദിന ശില്പശാല തൊടുമലയിൽ സംഘടിപ്പിച്ചത്. ബിർസ മുണ്ട എന്ന സമരസേനാനിയുടെ ജന്മദിനമായ നവംബർ 15-നാണ് ജൻജാതീയ ഗൗരവ് ദിവസാചരണം. ധീരനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബിർസ മുണ്ട. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയും ജാതീയമായ അനീതികൾക്കെതിരെയും ജംഗൽ രാജ് അഥവാ സായുധ പ്രക്ഷോഭത്തിന് ബിർസ മുണ്ട നേതൃത്വം നൽകി. സഹന സമര നാളുകളിൽ 25-ാമത്തെ വയസ്സിൽ ബ്രിട്ടീഷ് പോലീസ് ബിർസ മുണ്ടയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ജയിലിൽ വച്ചാണ് ബിർസ മുണ്ട മരിച്ചത്. സ്വാതന്ത്ര്യ സമര നായകനായ ബിർസ മുണ്ടയെ അനേകം സ്മാരകങ്ങളാൽ രാജ്യം ആദരിച്ചു. രാജ്യം അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു. ആ ഓർമ്മകളുടെ ഭാഗമായാണ് ജൻജാതീയ ഗൗരവ് ദിവസ് ആചരിക്കുന്നതും. ആദിവാസി ഗോത്രവർഗ സമൂഹത്തിന്റെ സമഗ്ര പുരോഗതിക്കായുള്ള പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയായിരുന്നു ശില്പശാല. തിരുവനന്തപുരം റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസും കാനറ ബാങ്കും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാലയ്ക്ക് കുട്ടപ്പൂർ റബ്ബർ ഉൽപാദക സംഘം, കൃഷി വകുപ്പ്, വനം വകുപ്പ്, അനന്തപുരി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുടെ സഹകരണം കൂടി ഉണ്ടായപ്പോൾ ശില്പശാലയുടെ ജനകീയത വർദ്ധിച്ചു. പരമ്പരാഗതമായ കൃഷിരീതികളിലൂടെ ഉപജീവനം കഴിച്ചുവന്നവരായിരുന്നു തൊടുമലയിലെ കാണി സമൂഹം. പക്ഷേ കൃഷിയിടങ്ങളെ നശിപ്പിച്ചുകൊണ്ട് വന്യമൃഗങ്ങളുടെ ശല്യമുണ്ടായപ്പോൾ പലരും കൃഷി ഉപേക്ഷിച്ചു. വനനിയമം ശക്തമായപ്പോൾ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിലും പ്രതിസന്ധികൾ നേരിട്ടു. ഈയൊരു സാഹചര്യത്തിൽ കാണി സെറ്റിൽമെന്റ് ഏരിയയിൽ റബ്ബർ ബോർഡ് നടപ്പിലാക്കിയ AKTDRP പദ്ധതി കാടിന്റെ മക്കൾക്ക് അനുഗ്രഹമായി. കാടിന്റെ മക്കൾ റബ്ബർ കർഷകരായി. ഇവർക്കിടയിലെ ദാരിദ്ര്യമകന്നു. ജീവിതത്തിന് പുതിയ അർത്ഥങ്ങളുണ്ടായി. റബ്ബർ കൃഷിയിലേക്ക് കടന്നുവന്ന് വിജയിച്ചവരെ അനുമോദിക്കാനും കൃഷിയിലെ പുതിയ സാധ്യതകളെക്കുറിച്ചും കാനറ ബാങ്ക് നൽകുന്ന സാമ്പത്തിക സഹായത്തെക്കുറിച്ചും ബോധവൽക്കരിക്കുന്നതിനുമാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കുട്ടപ്പൂർ റബ്ബർ ഉൽപാദക സംഘം പ്രസിഡന്റ് ജോസ് മാത്യു പോളക്കന്റെ അധ്യക്ഷതയിൽ ഡെപ്യൂട്ടി റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ ഇൻചാർജ് S. നിർമ്മൽ കുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പല ആൾക്കാർക്കും നമ്മുടെ പല സ്കീമുകളെക്കുറിച്ചും
ഐഡിയ ഇവർക്കില്ലായിരുന്നു. കാരണം നമ്മൾ ഈ പല പരിപാടികൾ വഴിയും നമ്മളിവരെയൊക്കെ അറിയിക്കേണ്ട നടപടികൾ സ്വീകരിക്കുന്നുവെങ്കിലും വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇത് എത്തപ്പെടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ആൾക്കാർക്ക് നമ്മുടെ റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് സ്കീം എന്നുള്ളൊരു സ്കീമുണ്ട്, പിന്നെ നമ്മുടെ തൊഴിലാളി ക്ഷേമ പദ്ധതികളുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഒത്തിരി പദ്ധതികൾ, പിന്നെ ബാങ്കിൻ്റെ കുറേ പദ്ധതികളുണ്ട്, പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവിടുത്തെ ലാൻഡിൻ്റെ മെയിൻ അതോറിറ്റി എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ നമുക്കൊരു ചെറിയൊരു പരിഹാരം കാണാൻ കഴിഞ്ഞു. അതുമാത്രവുമല്ല, നമ്മൾ ഇവരെയൊക്കെ കൂടെ സഹകരിപ്പിച്ച് നടത്തിയത് കൊണ്ട് ഇനി ഒരു ഫോളോ അപ്പ് വന്നത് വളരെ ഈസിയാണ്. ഇപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നാലും നമ്മുടെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കാനറ ബാങ്കുമായിട്ടായിരുന്നു ഇവരൊക്കെ എന്തെങ്കിലും സ്കീമുകളുമായിട്ടോ അല്ലെങ്കിൽ ഇവർ പദ്ധതികളുമായിട്ടോ ബന്ധപ്പെട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഫോളോ അപ്പ് വളരെ ഈസിയാണ്. അതിന് ബന്ധപ്പെട്ട് നമ്മളിവിടെ നല്ലൊരു ബോധവൽക്കരണം ആൾക്കാർക്ക് നടത്തി കഴിഞ്ഞു. ബോധവൽക്കരണത്തിൻ്റെ ഭാഗം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ഇവരിൽ നിന്ന് കംപ്ലീറ്റ് അപേക്ഷകളൊക്കെ വാങ്ങിക്കേണ്ട നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ അപേക്ഷകളൊക്കെ പ്രോസസ്സ് ചെയ്ത് കറക്റ്റ് ടൈമിന് നമുക്ക് ഇതേപോലത്തെ ഒരു വർഷത്തിനെ വെച്ച് അടുത്തൊരു പരിപാടി ഇവിടെ നടത്തുകയും ഇന്നത്തെ ഈ പരിപാടിയിൽ വന്ന ആൾക്കാർക്ക് എത്രമാത്രം ആൾക്കാർക്ക് ഇതിൻ്റെ മെച്ചം കിട്ടിയെന്നുള്ളൊരു അവലോകനം നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള എല്ലാ ഫോളോ അപ്പും റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൻ്റെ കെയർ ഓഫിൽ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥരും, കാരണം പ്രത്യേകിച്ച് ആദിവാസി മേഖലയെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ട മേഖലയാണ്. അപ്പോൾ അവർ തന്നെ ഇപ്പം നമ്മൾ പല സ്കീമുകളും ചെയ്തതിൻ്റെ എഫക്റ്റിനെ കുറിച്ചൊക്കെ അവർ തന്നെ ഇന്നത്തെ മീറ്റിങ്ങിൽ പറഞ്ഞു. പിന്നെ നമുക്കതിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിൽ തന്നെയുള്ള നല്ല ടാപ്പർമാരായിരുന്നാലും നല്ല കുറേ മോഡൽ മാതൃകാ റബ്ബർ കർഷകരൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രം മാതൃകാ കർഷകർ വേറെയുണ്ട്. അവരെയൊക്കെ വിളിച്ചൊന്ന് ആദരിക്കാൻ കഴിഞ്ഞു. അവരൊക്കെ മുഖത്തുണ്ടായ ഒരു സന്തോഷം, ഇവിടെ പങ്കെടുത്ത് അവരൊക്കെ എല്ലാവർക്കും ഉണ്ടായ സന്തോഷം, ഒരു ഫുൾ ഡേ നമ്മളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഈ ഹാളിൽ കൂടി വളരെ കൺജസ്റ്റഡ് ആയിരുന്നുവെങ്കിലും നമുക്ക് കാരണം ഇവരുടെ ഏരിയയിൽ വെച്ച് നടത്തണമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ച് നടത്തിയത്. ഏതുകൊണ്ടും നമ്മുടെ ഈ പരിപാടി വലിയൊരു സക്സസ്സായി. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അടുത്തൊരു വർഷത്തിനകം വെച്ചിട്ട് കുറേ ഇവിടുത്തെ ആൾക്കാർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഈ പദ്ധതി പ്രകാരമുള്ള എല്ലാ ബെനിഫിറ്റുകളും ഈ കർഷകരിലോട്ട് എത്തുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട വസ്തുതകളെക്കുറിച്ചും കർഷകർക്ക് സബ്സിഡിയോടുകൂടി കാർഷിക ഉപകരണങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതികളെക്കുറിച്ചും എസ് നിർമ്മൽകുമാർ വിശദീകരിച്ചു. തൊടുമലയിൽ ആദിവാസി സമൂഹത്തിന്റെ ഉപജീവനത്തിന് റബ്ബർ കൃഷി ആരംഭിച്ച കാലത്തെ ദുരിതപൂർണമായ ജീവിതാവസ്ഥയെക്കുറിച്ചാണ് ശില്പശാലയുടെ അധ്യക്ഷൻ ജോസ് മാത്യു പൊളയ്ക്കൻ വിശദമാക്കിയത്. അമ്പൂരിയുടെ കുടിയേറ്റ മേഖല 1930-40കളിൽ ആരംഭിച്ചതാണ്. അന്ന് നമ്മുടെയൊക്കെ പൂർവികന്മാർ ഇങ്ങോട്ട് കുടിയേറി പാർത്തു. പക്ഷെ ഇന്ന് 1988 കൂട്ടപ്പൂ RPS ഇവിടെ രൂപീകൃതമായത്. ഏകദേശം 500 മെമ്പേഴ്സ് അതിനകത്തുണ്ട്. 1,46,00,000 രൂപയോളം കഴിഞ്ഞ 2015 തൊട്ട് ഇന്ന് വരെയുള്ള ആൾക്കാർക്ക് RPSI സ്കീമിൽ വന്നുകൊണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട്. അത് റബ്ബർ ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഒരു വലിയ പരിപാടി തന്നെയാണ്. അതിന് റബ്ബർ ബോർഡിൻ്റെ ഓഫീസേഴ്സ്, കാലാകാലങ്ങളിലുണ്ടായിരുന്ന ഫീൽഡ് ഓഫീസർമാരും ഡെപ്യൂട്ടി പ്രൊഡക്ഷൻ കമ്മീഷണർമാരും ഒക്കെ അതിനോട് വളരെ പോസിറ്റീവായിട്ട് നിന്നതുകൊണ്ടാണ്. കാനറ ബാങ്ക് ഡിവിഷണൽ മാനേജർ കേശവ് മൂർത്തി മുഖ്യപ്രഭാഷണം നടത്തി. Today, as a part of Janjatiya Gaurav Divas celebrations 2023, so we are here with Rubber Board in collaboration with Rubber Board and Canara Bank. We have organized a wonderful training program for all the tribal people in Amburi village area, and so mainly concentrating on rubber farmers. So I am very happy to share at this moment that Canara Bank, being a premier bank in India, and definitely Kerala, so Canara Bank is the premier bank giving importance to agriculture lending. So since I am in charge of means I am taking care of the agriculture department in lending as a divisional manager. So I am very happy to share that Canara Bank is in the forefront. So always the needs of the farmers are always taken as a first priority. Means all the needs of the farmers can be met by Canara Bank based on the available schemes. So all schemes can be well knit to help the farmers. So coming restricting our discussion to rubbers and rubber tappers or rubber farmers.
we are very happy that Canara Bank is in the forefront, definitely. Not only as for direct cultivation, like loans for cultivation of plantations, new plantations. So support for growing of the new plantations or existing plantation which they want to replace. They want to remove the existing old plantations. After slaughter tapping, they want to replace it. Replanting of the rubber plants also. Definitely Canara Bank will be financing them for the rubber cultivation. കാനറ ബാങ്ക് അഗ്രി സീനിയർ മാനേജർ നിതിൻ മോഹൻ ബാങ്ക് മുഖേന കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ചും ധനസഹായ പദ്ധതികളെക്കുറിച്ചും വിശദീകരിച്ചു. ഇന്നിവിടെ ജനജാതീയ ഗൗരവ ദിവസത്തിൻ്റെ ഭാഗമായി റബ്ബർ ബോർഡും കാനറ ബാങ്കും ചേർന്ന് നടത്തിയ പരിപാടിയിൽ കാനറ ബാങ്കിൻ്റെയും എല്ലാ ബാങ്കുകളിലും പൊതുവായിട്ടുള്ള അഗ്രികൾച്ചർ ലെൻഡിങ് സ്കീംസും മറ്റു ലെൻഡിങ് സ്കീംസും ലെൻഡിങ് അല്ലാതെ ബാക്കിയുള്ള ആനുകൂല്യങ്ങളെയും കുറിച്ചുള്ള ധാരണ കൊടുക്കുകയാണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് നമ്മളിന്ന് ചെയ്തിട്ടുള്ള SC/ST വിമൻ ബെനിഫിഷ്യറീസിനുള്ള സ്കീമുകളാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. പ്രധാനമായി നമ്മൾ ഡിസ്കസ് ചെയ്ത സ്കീമുകൾ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം, AIF സ്കീം, PMEGP സ്കീം, PMFME സ്കീം, KCC സ്കീംസ്. ഇതിൽ ഭൂരിഭാഗം പേർക്കും ഇതിനെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞോടുകൂടി നല്ലൊരു ധാരണ നൽകാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. ഇതുകൂടാതെ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകളായ 20 രൂപ ഇൻഷുറൻസ് PMSPY, 436 രൂപ ഇൻഷുറൻസ് PMJJBY, അതുപോലെ പെൻഷൻ സ്കീമുകളായ APY എന്നിവയെക്കുറിച്ചുള്ളൊരു ധാരണയും നമുക്ക് കൊടുക്കാൻ സാധിച്ചു. നിരവധി ആൾക്കാർ ഇനിയും ഈ സ്കീമുകളിൽ ചേരാൻ ഉള്ളതായി അറിഞ്ഞിരിക്കുന്നു. ഈ സ്കീമുകളെക്കുറിച്ചൊരു ധാരണ കൊടുത്തതിനാൽ അവർക്ക് അതിലുള്ളൊരു താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. അമ്പൂരി സെറ്റിൽമെന്റ് പരിധിയിൽ റബ്ബർ കൃഷിയിലൂടെ നാടിന്റെ മുഖഛായ തന്നെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പട്ടികജാതി, പട്ടികവർഗ, ആദിവാസി ഗോത്ര സമൂഹത്തിന്റെ ജീവിതശൈലികളിൽ റബ്ബർ കൃഷി വലിയ മാറ്റമാണ് വരുത്തിയത്. സെറ്റിൽമെന്റ് ഗുണഭോക്താവും നിലവിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറുമായ ബിജു ആദിവാസികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ റബ്ബർ ബോർഡ് വഹിച്ച സേവനത്തെക്കുറിച്ചാണ് പരാമർശിച്ചത്. എനിക്ക് തോന്നുന്നു നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പട്ടികവർഗ വകുപ്പ് അല്ലെങ്കിൽ സർക്കാർ മറ്റിതര വകുപ്പുകൾ ആദിവാസി മേഖലകളിൽ നൽകിയ സംഭാവനയിൽ ആദിവാസി മേഖലയുടെ ഏറ്റവും വലിയ വികസനത്തിന് തുടക്കം കുറിച്ചത് റബ്ബർ ബോർഡാണ്. അതിൻ്റെ ഒരു അനുഭവസ്ഥൻ കൂടിയാണ് ഞാൻ. കാരണം എൻ്റെ വീട് വിതുര പഞ്ചായത്തിലെ കൊച്ചുകളിക്കോട് എന്ന് പറയുന്ന ഒരു ചെറിയ ആദിവാസി ഗ്രാമത്തിൽ ഇരുന്ന സാമരക്കാട്ടിൽ പറയായിരിക്കും. അവിടെ ജൈവകുന്ന് ഗിരിവർഗ ഒരു സൊസൈറ്റി ഉണ്ട്. ആ മേഖലകളിൽ 1990-95 കാലഘട്ടങ്ങളിൽ റബ്ബർ ബോർഡ് ചെലുത്തിയ സ്വാധീനം ഒരിക്കലും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവിടെ നിന്ന് മാത്രമല്ല ഈ ആദിവാസി മേഖലകളിൽ തന്നെ അവരുടെ സാമ്പത്തിക ഉന്നമനത്തിന് റബ്ബർ ബോർഡിന്റെ സ്വാധീനം അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്തൊരു സംഭവം. അമ്പൂരിയിൽ റബ്ബർ കൃഷി വ്യാപനത്തിനു വേണ്ടി പ്രയത്നിച്ച റബ്ബർ ബോർഡിൽ നിന്നും വിരമിച്ച ജയൻ, പ്രഭാകരൻ നായർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മികച്ച ലാറ്റക്സ് ഹാർവെസ്റ്റിംഗ് ടെക്നീഷ്യൻ സുമത രാജ് വി, മാതൃകാ റബ്ബർ കർഷക അഖില ഷിബു, മാതൃകാ റബ്ബർ കർഷകൻ ഊരുമൂപ്പൻ രാജേന്ദ്രൻ കാണി, മികച്ച വനിതാ ലാറ്റക്സ് ഹാർവെസ്റ്റിംഗ് ടെക്നീഷ്യൻ സന്ധ്യ മോൾ, മാതൃകാ കർഷകൻ വിദ്യാധരൻ കാണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി സബ് മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ സ്മാം ഭാരത സർക്കാരിന്റെ കൃഷി മന്ത്രാലയവും കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്നതാണ്. കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് 40%, ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് 80% സാമ്പത്തിക ആനുകൂല്യമാണ് സ്മാം പദ്ധതിയിലൂടെ നൽകുന്നത്. ശില്പശാലയോടനുബന്ധിച്ച് സ്മാം പദ്ധതി വിശദീകരണവും സംഘടിപ്പിച്ചു.
സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സർവതോമുഖമായ പുരോഗതി ലക്ഷ്യമിട്ട് സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾ റബ്ബർ ബോർഡ് കാർഷിക രംഗത്തും സംരംഭക രംഗത്തും നടപ്പാക്കി വരുന്നു. 2 സെറ്റിൽമെൻറ്റുകളെ കേന്ദ്രീകരിച്ചാണ് ആദ്യമായിട്ടൊരു ഈ ഒരു പദ്ധതി ഉണ്ടാകുക. ഇതിനു മുമ്പ് കാർഷിക കോളേജ് ഡിപ്പാർട്ട്മെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും റബ്ബർ ബോർഡും പദ്ധതി കൊണ്ടുവന്നെങ്കിലും നല്ല വ്യവസായമായിട്ട് ഒരു പുരോഗമനം ഇവിടെ ഈ സെറ്റിൽമെൻറ്റിൽ ഉണ്ടായിട്ടില്ല. അന്ന് ഇവിടെ കൂടി കടന്നാണ് ഇക്കര പറയുന്നത്, കുമ്പിച്ചൽ കടത്ത് കണ്ട് ഇപ്പോഴതൊരു നല്ലൊരു പാലവും മറ്റു കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി വന്നിരിക്കുകയാണ് 2023 ആയപ്പോൾ. നല്ലൊരു പദ്ധതി റബ്ബർ ബോർഡുകാർ കൊണ്ടുവരികയും അന്ന് ഒരു കൂട്ടായ്മയോട് കൂടിയാണ് ഞങ്ങൾ റബ്ബർ തൈകൾ സ്റ്റമ്പ് കൊണ്ടുവന്ന് ഇവിടെ പ്ലാന്റ് ചെയ്ത് ആൾക്കാർക്ക് ഇങ്ങനെ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി. അത് നല്ലൊരു പദ്ധതിയെ മാറി. എൻ്റെ 2 മക്കളെ ഇപ്പം ഞാൻ പഠിപ്പിച്ചത് തന്നെ ഇതിൽ നിന്നൊരു വരുമാനമാണ്. നേരത്തെയുള്ള വരുമാനം എന്നാൽ കുരുമുളക്, വാഴക്കൃഷി, മരിച്ചീനി അങ്ങനെയുള്ളൊരു വീട്. അത് വർഷത്തിലൊരു പ്രാവശ്യം മാത്രമേ നമുക്ക് ആദായം കിട്ടുള്ളൂ. റബ്ബർ തുടങ്ങി ഒരു 7 വർഷം കഴിഞ്ഞപ്പോൾ വെട്ടാൻ തുടങ്ങിയപ്പോൾ ദിവസം ആദായമായി, നല്ല വരുമാനമായി. അപ്പോൾ എൻ്റെ മക്കളെ പഠിപ്പിച്ചു. എൻ്റെ ഒരു മോള് BSc നേഴ്സാണ്. നേഴ്സ് ഇപ്പം ഗവൺമെൻറ് ജോലി കിട്ടി, PSc ജോലി കിട്ടി. മോൻ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് പഠിപ്പിച്ചു, അവന് ജോലിയായി. പട്ടികജാതി പട്ടികവർഗ ജനസമൂഹത്തിന്റെ ജീവിത പരിസരങ്ങളെ മെച്ചപ്പെടുത്തി തൊഴിലും വരുമാനവും വർദ്ധിപ്പിക്കാനുതകുന്ന പദ്ധതിയാണ് SCSP പട്ടികജാതി ഉപപദ്ധതി. അതേപോലെ ആദിവാസി മേഖലകളുടെ സംയോജിത വികസനത്തിനായുള്ള പദ്ധതിയാണ് ട്രൈബൽ സബ് പ്ലാൻ TSP. ജനജാതീയ ഗൗരവ് ദിവസിൻ്റെ ഭാഗമായി റബ്ബർ ബോർഡിൻ്റെ ട്രിവാൻഡ്രം റീജിയണൽ ഓഫീസും കാനറ ബാങ്കും കൂട്ടപ്പൂ റബ്ബർ ഉൽപ്പാദക സംഘവും അനന്തപുരം റബ്ബേഴ്സും ചേർന്ന് നടത്തിയ ഒരു പ്രോഗ്രാമായിരുന്നു ഇന്നിവിടെ നടന്നത്. 1999 റബ്ബർ ബോർഡ് ഇവിടെ ട്രൈബൽ പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. AKTDRPP എന്ന് പറയുന്ന പ്രോഗ്രാം, ആൾ കേരള ട്രൈബൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാം. അതിനു മുമ്പ് മറ്റ് പല ഏജൻസികളും ഇവിടെ പ്ലാന്റേഷൻ നടത്താൻ ശ്രമിക്കുകയും പരാജയപ്പെട്ട സ്ഥലത്താണ് റബ്ബർ ബോർഡ് ധൈര്യപൂർവ്വം ഈ പദ്ധതിയുമായി മുന്നോട്ട് വരികയും ഇവിടെ ഈ പദ്ധതി നടപ്പിലാക്കുക. ഇന്ന് 24 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഒരു സക്സസ് സ്റ്റോറി പറയുകയാണ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി റബ്ബർ ബോർഡ് വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു റബ്ബർ ബോർഡ് ഫീൽഡ് സ്റ്റേഷൻ തന്നെ അമ്പൂരിയിൽ സ്ഥാപിക്കുകയുണ്ടായി. ആ അമ്പൂരി ഫീൽഡ് സ്റ്റേഷൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ഇത് കാരിക്കുഴി സെറ്റിൽമെൻറ്റാണ്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന ചാക്കപ്പാറ, അയ്യവിളാകം, പുരവിമല, തെന്മല സെറ്റിൽമെൻറ്റിലൊക്കെ തന്നെയാണ് പ്ലാന്റിംഗ് നടത്തുകയുണ്ടായി. ഏതാണ്ട് 330ഓളം ബെനിഫിഷ്യറീസിന് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടും ഈ ആദിവാസി മേഖലയെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി റബ്ബർ ബോർഡ് ചെയ്ത ഏറ്റവും മനോഹരമായ പ്രോജക്റ്റാണ് ഈ അമ്പൂരി സെറ്റിൽമെൻറ്റിലുള്ള AKTDRPP പ്രോഗ്രാം. മറ്റ് സെറ്റിൽമെൻറ്റിൽ നിന്നും ഈ സെറ്റിൽമെൻറ്റിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അന്ന് യാതൊരു തരത്തിലുള്ള വാഹന സൗകര്യമില്ല. ഇവിടെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഇവിടെ എത്തിക്കണമെങ്കിൽ നെയ്യാർ ഡാമിൻ്റെ അക്കരെ കരയിൽ എത്തിക്കണമായിരുന്നു. അവിടെ നിന്ന് വള്ളത്തിലാണ് എല്ലാ സാധനങ്ങളും അന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. അത് വളമായാലും ശരി, തയ്യായാലും ശരി, എല്ലാം അവിടെ നിന്ന് വള്ളം വഴി കടത്ത് വഴിയാണ് ഇവിടെ എത്തിച്ചത്. ആരംഭഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഇവിടെ ഈ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, വന്യമൃഗങ്ങളുടെ ആക്രമണം ഒക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് വളരെ സക്സസ്സായി, വളരെ ഭംഗിയായിട്ട് റബ്ബർ ബോർഡിന് ഈ പ്രോജക്റ്റ് ഇവിടെ സക്സസ് ആക്കുവാൻ സാധിച്ചത്. സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കി റബ്ബർ ബോർഡ് സൃഷ്ടിക്കുന്ന സാമൂഹിക മാറ്റം ശ്രദ്ധേയമാകുന്നു. അതിന്റെ സാക്ഷ്യപ്പെടുത്തൽ തന്നെയായിരുന്നു ശില്പശാലയും റബ്ബർ കർഷകർക്ക് നൽകിയ ആദരവും. ഈ അമ്പൂരി സെറ്റിൽമെൻറ്റിൽ 500-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ നമ്മുടെ റബ്ബർ ബോർഡിൻ്റെ പ്ലാന്റിംഗ് ഒരു കാലത്ത് ഇവിടെ നടന്നിരുന്നു എന്നതൊഴിച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ കർഷകർ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കീമായ ഷീറ്റിൻ്റെ സബ്സിഡി RPIS സ്കീമിൽ പോലും വളരെ വിരളമായി മാത്രമേ അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അതുകൂടാതെ ഇപ്പോൾ 2022 തൈവച്ച കുറച്ച് കർഷകർ ഈ ഭാഗത്തുണ്ട്. എന്നിട്ട് കൂടി അവരൊന്നും ചെയ്യാനുള്ള താല്പര്യക്കുറവോ എന്താണെന്നറിയില്ല, ഇവരാരും തന്നെ രജിസ്റ്റർ ചെയ്ത് കണ്ടില്ല. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൻ്റെയും കാനറ ബാങ്കിൻ്റെയും സഹായത്തോടു കൂടി ഈ ഭാഗത്തുള്ള കുറച്ച് കർഷകരെ കൂട്ടി ഒരു മീറ്റിംഗ് കൂടുന്നതിന് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു പാർട്ടിസിപ്പേഷൻ തന്നെ ഇവിടെ ഉണ്ടായി. ഇത്തരം ശില്പശാലകൾ തങ്ങളെപ്പോലെയുള്ള കർഷകർക്ക് ഏറെ ഗുണകരമാകുന്നു എന്ന് കർഷകയായ സുമ പറയുന്നു.
എനിക്ക് 2.5 ഏക്കർ റബ്ബർ തോട്ടവും അതുകൂടാതെ 3 ഏക്കർ കൃഷി സ്ഥലമുണ്ട്. അതിൽ ഏതാണ്ട് 1500, അതിൽ കൂടുതൽ കമുകും മഞ്ഞക്കൃഷി, വാഴക്കൃഷി, ചേന, ചേമ്പ്, മഞ്ഞൾ ഇവയൊക്കെ ഉണ്ട്. എല്ലാം നമുക്ക് ഇതിന് ഉപദേശമെല്ലാം തരുന്നതും റബ്ബറിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതും റബ്ബർ ബോർഡാണ്. അതുപോലെ തന്നെ സബ്സിഡി കുറിച്ച് പറഞ്ഞു തരുന്നതും അതിനുവേണ്ട ആനുകൂല്യം തന്നുകൊണ്ടിരിക്കുന്ന റബ്ബർ ബോർഡാണ്. അവരുടെ സഹായത്തോടു കൂടെയാണ് നമുക്കിങ്ങനെ കൃഷി രംഗത്തേക്ക് ഇറങ്ങാൻ പറ്റിയത്. അതുപോലെ തന്നെ പിന്നെ ലോണിൻ്റെ കാര്യമായിട്ടും കാനഡ ബാങ്കുകാരും പിന്നെ കൃഷി അവിടെ നിന്നും പിന്നെ റബ്ബർ ബോർഡും കൂടെ സംയോജിച്ച് കാരിക്കുഴി സെറ്റിൽമെൻറ്റ് വെച്ച് ഒരു ക്ലാസ് എടുക്കുകയും ലോണിനെ കുറിച്ച് പറഞ്ഞു തരികയും ചെയ്തു. അത് വളരെയധികം നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ്. റബ്ബർ കൃഷിയിലൂടെ ഒരു നാട് കൈവരിച്ച മികവിന്റെ ചിത്രങ്ങളാണ് അമ്പൂരി എന്ന ഗ്രാമം കാഴ്ചവെക്കുന്നത്. ബിർസ മുണ്ടയെ പോലുള്ള പൂർവ്വസൂരികൾ കയ്യേന്തിയ മാറ്റത്തിന്റെ ദീപശിഖ പുതിയ കാലത്തും ജ്വലിച്ചു നിൽക്കുന്നു. അതിനൊപ്പം അണയാത്ത പോരാട്ട വീര്യത്തിന്റെ പ്രോജ്വലമായ കഥകളും തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പകർന്നേകുന്നു. കൃഷിദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/ddkrishitvm. കൃഷിദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ കൃഷിദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471273187. ഇമെയിൽ ddkrishitvm@gmail.com.